ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒർലാൻഡോ ഒരു ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുക കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെയാണ് താമസിച്ചത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് നല്ലൊരു വ്യൂ തന്നെ ഉണ്ട്. ഒരുപാട് ഫുഡുകളൊക്കെ ഉണ്ടെന്നാണ് കേട്ടോ തോന്നണേ. ഞാൻ വളരെ പ്രതീക്ഷയിലാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ താമസിച്ച ഹോട്ടലിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഇതൊക്കെ കണ്ടപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ഉണ്ടാവും എന്നുള്ളൊരു വിചാരത്തിലാണ് പോണത്. അതേ നമ്മളങ്ങനെ താഴെ എത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. അതേ ഇത് കണ്ടില്ലേ, ആളുകളൊക്കെ ക്യൂ നിന്നിട്ടാണ് ഫുഡ് വാങ്ങിക്കുന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സീറ്റ് കിട്ടാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ആളുകൾ ഇങ്ങനെ പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനങ്ങനെ വേഗം തന്നെ പോയി ക്യൂവിലൊക്കെ നിന്നു. ഫസ്റ്റ് തന്നെ കുറേ ബ്രെഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ ഇങ്ങനെ തീർന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിങ്ങനെ അപ്പോൾ ഒരു ഫില്ല് ചെയ്യുന്നുണ്ടായിരുന്നേ. പിന്നെ അതിന് ശേഷം യോഗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, കട്ട് ഫ്രൂട്ട്സ് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പല ടൈപ്പ് ഫ്രൂട്ട്സുകൾ ഉണ്ടായിരുന്നു. പിന്നെ അതേ ഓട്സ്, റവ കണ്ടിട്ടുള്ളൊരു കുറുക്ക് പോലത്തെ ഒരു സാധനം, ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറേ ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ അവിടെ ഇങ്ങനെ ചില്ല് ഭരണിയിലിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഉണ്ടായിരുന്നത് ഈ സ്ക്രാമ്പിൾഡ് എഗ് ആണ്ടോ. ഇതൊക്കെ ഇവിടം വരെ എത്തിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കഴിഞ്ഞ ഹോട്ടലിലുള്ള അതേ ബ്രേക്ക്ഫാസ്റ്റ് മെനു ഒക്കെ തന്നെയായിരിക്കും ഇവിടെയെന്ന്. പ്രത്യേകിച്ച് കൂടുതലായിട്ട് അങ്ങനെ ഒന്നും കണ്ടൊന്നുമില്ല. പിന്നെ വഫിൾസ്, പാൻ കേക്ക്, ബ്രെഡ് ഇതൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ തേൻ കൂട്ടിയിട്ടാണ് കഴിക്കണത്. പിന്നെ മാത്രമല്ല എനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നിയത് കുറച്ച് കൂൾ ഡ്രിങ്ക്സുകളൊക്കെ ഇവിടെ അധികം ഉണ്ടായിരുന്നു. പല ടൈപ്പ് ജ്യൂസുകൾ, ചായ, കോഫി, ഹോട്ട് ചോക്ലേറ്റ് അതൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകും ഞാനിതൊരു കൗണ്ടർ കണ്ടത്. എന്തൊരു തിരക്കാണെന്ന് പറഞ്ഞാൽ ക്യൂ നിൽക്കായിരുന്നു. അങ്ങനെ പിന്നെ രണ്ടും കളിപ്പിച്ച് ഞാൻ ഇവിടെയും ക്യൂ നിന്ന് ഇത് വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. ആകെ എനിക്കൊരു ഇഷ്ടം തോന്നിയത് ഇത് മാത്രമാണ്. പല വെറൈറ്റി ആയിട്ടുള്ള ഓംലെറ്റുകളാണ് ഞാനിവിടെ കണ്ടത്. അതായത് നോൺ വെജ്, വെജിറ്റബിൾ അതൊക്കെ. അപ്പം ഞാൻ വെജിറ്റബിളാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ മഷ്റൂമാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ പല ടൈപ്പ് വെറൈറ്റി ആയിട്ടുള്ള വെജിറ്റബിൾസുകളും പിന്നെ ചീസ് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ. ഇത് കണ്ടില്ല, ഒറ്റ തട്ടിൽ എന്തോരോണം ഉണ്ടാക്കണേന്ന് പറഞ്ഞു, ഒരു തട്ടുകട സ്റ്റൈലായിട്ട്. അപ്പോൾ ആ ബാക്കിലിരിക്കുന്ന കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ ഒരു പാത്രത്തിൽ കളക്ട് ചെയ്തിട്ട് അതിങ്ങനെ ഇട്ടിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ ഓരോരുത്തരോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്. അപ്പോൾ നമ്മളത് ആദ്യമേ തന്നെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളത് ഓരോരുത്തർക്ക് ഓരോന്നായിട്ടാണ് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആകെ എനിക്കൊരു ഇഷ്ടം തോന്നിയത് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങി കുറേ നേരം വെയിറ്റ് ചെയ്തായിട്ട് വന്നിട്ടാണ്. ഇതൊക്കെ ഇങ്ങനെ ആയി വരണ്ടേ. അതിങ്ങനെ റോൾ ചെയ്ത് ഇങ്ങനെ പാത്രത്തിലേക്ക് ഇട്ട് തരുന്നുണ്ടായിരുന്നത്. കുറേ നേരം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ല രസമുണ്ട് കേട്ടോ. ആ ചേട്ടൻ അതിങ്ങനെ ഉണ്ടാക്കിയെടുക്കണം കാണാനായിട്ട്. അത് കാണാൻ തന്നെ ഒരു ശേല. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇങ്ങനെ വീഡിയോ എടുത്തത്. പിന്നെ ഇങ്ങനെ അടുത്തത് ഇങ്ങനെ സെറ്റ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ അതെ നമ്മുടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോന്നും ഇങ്ങനെ അതനുസരിച്ച് ഓരോരുത്തരോട് ചോദിച്ചിട്ടാണ് ഫില്ലിങ് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണേ കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് ഇതാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ വേറെയും കുറേ പല ടൈപ്പ് ചോക്കോസുകൾ, പിന്നെ അതുപോലെ തന്നെ കേക്കുകൾ, ഒരുപാട് ടൈപ്പ് കപ്പ് കേക്കൊക്കെ നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. മൊത്തത്തിലൊരു മധുരത്തിൻ്റെ ഒരു കളിയാണ് കേട്ടോ ഇവിടെ. എനിക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇത്തിരി എരിവൊക്കെ ഉണ്ടെങ്കിൽ ഒരു രസമുള്ളൂ. ഇത് ഫുള്ള് മധുരമാണ്. പിള്ളേർക്ക് പിന്നെ അതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പിള്ളേർ കൂടുതൽ ഈ ചോക്കോസും കാര്യങ്ങളൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പക്ഷേ എങ്കിൽ ഇതാണ്ടോ കഴിച്ചത്. പിന്നെ ബുൾസൈ ഉണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്യാം കേട്ടോ. അവരതനുസരിച്ച് ഉണ്ടാക്കി തരും. പക്ഷേ കുറേ നേരം ക്യൂ നിൽക്കണമെന്ന് മാത്രം. ഇന്ന് എന്താണെന്ന് അറിയില്ല കേട്ടോ. ഇവർ ഈ തീരണ അനുസരിച്ച് ഫുഡുകളൊക്കെ പിന്നെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ ക്രിസ്മസിൻ്റെ ആ ഒരു ടൈമും ഇതൊക്കെ ആയതുകൊണ്ടാണെന്നാണ് കേട്ടോ തോന്നുന്നത്. പിന്നെ അതിന് ശേഷം പാൻ കേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ പാൻ കേക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ, പിന്നെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇതിലിങ്ങനെ തേനൊക്കെ ഒഴിച്ചാണ് കഴിക്കുന്നത്. തേനൊക്കെ ഇത് കണ്ടില്ലേ ഫില്ല് ചെയ്യണത്. അത് ഇങ്ങനെ ചിലപ്പോൾ വഫിൾസ് ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പിള്ളേർ അതൊക്കെ എടുത്ത് ഇങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയ അമേരിക്കൻ വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.